ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. മനോഹരമായ ഈ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് എഴുന്നേൽക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവായ ദൈവം ഒരു അവസരം കൂടെ നൽകിയിരിക്കുകയാണ്. ഇന്ന് ഈ വിശുദ്ധ ദിവസം, ഈ വിശുദ്ധ ശബദ ദിവസം നമുക്ക് ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഒരവസരം കൂടെ ലഭിച്ചിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഈ രാവിലെ പ്രഭാത മോർണിംഗ് മന്ന ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം ചിന്തിക്കുവാനായി പോകുന്ന വിഷയം ക്രിസ്തുവിൽ നമ്മുടെ പൂർണ്ണ വളർച്ച എന്നതാണ്. ആധാരവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ക്രിസ്ത്യാനികളായ നമുക്ക് ഒരു വളർച്ച ആവശ്യമാണ് എന്ന് ഈ പ്രഭാതത്തിലെ വചനധ്യാനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം എല്ലാവരും ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചാൽ ആ കുഞ്ഞ് വളർന്നു വലുതാകുമ്പോഴേക്കും അവൻ എത്ര പൊക്കമുണ്ടാകും? അല്ലെങ്കിൽ അത് മകനോ ആകട്ടെ, അവർ വളർന്നു വലുതാകുമ്പോൾ അവർ എത്രത്തോളം പൊക്കമുള്ളവരായിരിക്കും എന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ സ്വാഭാവികമായും നാം ചിന്തിക്കുക, ആ കുഞ്ഞിന്റെ അപ്പനോ അമ്മയ്ക്കോ എത്ര പൊക്കമുണ്ടോ അതനുസരിച്ച് പൊക്കം അവർക്കുണ്ടാകാം എന്നൊക്കെയുള്ള നിഗമനങ്ങളിൽ പലരും എത്തുക പതിവാണ്. അതുമാത്രമല്ല, പലവിധമായ പഠനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ, സങ്കീർണമായ ആ വളർച്ചാ കാലയളവുകളിൽ പലതും ആ കുഞ്ഞിന് സംഭവിക്കുന്നുണ്ട്. അത് പൊക്കത്തിലായാലും ശരി, ശരീരത്തിന്റെ സകല മേഖലകളിലായാലും ശരി, ആ വളർച്ചയുടെ സങ്കീർണതകളെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം അവസരമുള്ള അനേകർക്കും മനസ്സിലായത് ആ ഒരു വളർച്ച, അത് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ, ഏകദേശം 12-13 വയസ്സ് വരെയുള്ള സമയങ്ങളിലാണ് വേഗത്തിൽ അവർ ആ ഒരു വളർച്ചയുടെ അനുഭവത്തിലേക്ക് ഓടിക്കയറുന്നത്. വളരെ വേഗത്തിൽ ആ വളർച്ച അവർക്ക് സംഭവിക്കുന്നു. ശേഷമുള്ള വർഷങ്ങൾ പതിയെ ആ വളർച്ച ത്വരിതപ്പെടുകയും ചെയ്യുന്നു എന്ന് നമ്മെ പല പഠനങ്ങളും ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ തന്നെ കാണുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ യേശുക്രിസ്തു വരുമ്പോൾ അവരെപ്രകാരമാണോ വീണ്ടെടുക്കപ്പെട്ടത്, സത്യം അറിഞ്ഞ് സത്യത്തിൽ ജീവിപ്പാൻ വിളിക്കപ്പെട്ട അനുയായികളായി അവർ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി തെരഞ്ഞെടുത്ത് ജീവിക്കുവാൻ ആരംഭിച്ച നാൾ മുതൽ യേശുക്രിസ്തു വരുന്നത് വരെയുള്ള ആ നാളുകളിൽ നമുക്ക് തീർച്ചയായും ഒരു വളർച്ചയുടെ അനുഭവം ഉണ്ടായേ മതിയാകൂ എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയാകും എന്ന് നമ്മെ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ധാരാളം ബലഹീനതകളുണ്ട്, ധാരാളം സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, ധാരാളം തെറ്റായ ശീലങ്ങളുണ്ട്. ആ വൈകല്യങ്ങളൊക്കെ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവനിൽ സമർപ്പിക്കപ്പെട്ട ഓരോ മക്കളിലും പ്രവർത്തിക്കുവാനും നമ്മിൽ തുടങ്ങിയ ആ വലിയ വേല കർത്താവായ യേശുക്രിസ്തു നമ്മിൽ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഇടവരികയും ചെയ്യും എന്നാണ് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ആകയാൽ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നാം യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ വിശുദ്ധിയെ തികച്ചവരായി കാണപ്പെടുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് അനേകരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നാം എങ്ങനെ ജീവിച്ചാലും സാരമില്ല, നമ്മുടെ സ്വഭാവങ്ങളിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടായാലും സാരമില്ല, യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ ആ സ്വഭാവത്തിന്റെ കുറവുകളൊക്കെ കർത്താവ് പരിഹരിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളും എന്ന്. എന്നാൽ അത് വലിയൊരു വഞ്ചനയാണ്. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. സ്വഭാവ രൂപീകരണം ഈ ഭൂമിയിൽ തന്നെ സംഭവിക്കേണ്ടിയ വലിയൊരു പ്രക്രിയയാണ്. യേശുക്രിസ്തുവിനെ അറിഞ്ഞവർ, യേശുവിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർ, അവരുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പാപത്തിന്റെ കറകൾ നമ്മിൽ വരുത്തിയ സകല ദൂഷ്യങ്ങളെയും ക്രിസ്തുവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ പരിഹരിച്ച്
യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ മഹിമയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം നമ്മെ ദൈവം വിളിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ്, അതായത് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അതേ ആത്മാവിനെ കൊണ്ട് ജീവിപ്പിക്കും എന്നാണ്. നമ്മെ സകല സത്യത്തിലും വഴി നടത്തുകയും ആത്മാവിന്റെ സകല ഫലങ്ങളാലും നിറയ്ക്കുകയും ചെയ്യുന്ന അതേ പരിശുദ്ധാത്മാവ് യേശുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരുവാൻ തക്കവണ്ണം നമ്മെ ഓരോ ദിവസവും പാകപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പണിതെടുക്കുകയാണ്. ആ പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിനോട് യോജിപ്പാൻ, പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. അതിന് മടി കാണിക്കുന്നവർക്കാർക്കും തന്നെ അന്ന് ആ പ്രഭാതത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം സാധ്യമാവുകയില്ല. അല്ലെങ്കിൽ അന്ന് പ്രഭാതത്തിൽ ഒരു ഉയർപ്പുണ്ടായി സ്വഭാവത്തിലെ ന്യൂനതകളൊക്കെ ആ നിമിഷം മാറ്റുന്ന ഒരു മാജിക്കും അവിടെ നടക്കുവാൻ പോകുന്നില്ല. നാം അഡ്വന്റിസ്റ്റ് ഹോം എന്ന പുസ്തകം പരിശോധിച്ചാൽ അവിടെ പേജ് നമ്പർ 16 കാണുന്ന വലിയൊരു സത്യം ഇപ്രകാരമാണ്: യേശുക്രിസ്തു, ജീസസ് ഡസ് നോട്ട് ചേഞ്ച് ദ ക്യാരക്ടർ അറ്റ് ഹിസ് കമ്മിങ്. യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് കർത്താവായ യേശുക്രിസ്തു മാറ്റമൊന്നും വരുത്തുന്നില്ല. മറിച്ച് എന്താ സംഭവിക്കുന്നത്? The work of transformation must be done now. Our daily lives are determining our destiny. നാം ഓരോ ദിവസവും ആ ഒരു സ്വഭാവത്തിൽ വളരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ സമർപ്പിക്കപ്പെട്ടവരും ക്രിസ്തുവിൽ ജീവിപ്പാൻ വിളിക്കപ്പെട്ടവരും ഒക്കെ ആയിരിക്കാനാണ് നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നാം ധാരാളം കുറവുള്ളവരാണ് എങ്കിലും ഈ നാളുകളിൽ ക്രിസ്തുവിനെ നമ്മെ സമർപ്പിച്ച നമ്മുടെ കുറവുകളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഓരോ ദിവസവും ആ കുറവുകളെ പരിഹരിച്ച് ഓരോ ദിവസവും ഓരോ പടികളായി ചവിട്ടിക്കയറി ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം നമ്മെ ദൈവം ഈ വിശുദ്ധ ദിവസം വിളിക്കുകയാണ്. നാം അതിന് മനസ്സ് വെച്ചാൽ നമ്മെ അതിന് പ്രാപ്തരാക്കി തീർക്കുവാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ആ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പൂർണ്ണ വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം പരിശുദ്ധനായി ദൈവം നമ്മെ സഹായിക്കണം. നമ്മുടെ ശരീരത്തിലെ കുറവുകൾ, നമ്മിൽ പലരും ധാരാളം ശാരീരിക കുറവുകൾ നേരിടുന്നവരായിരിക്കാം. അനേകർ ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്നവരാണ്. ആ വൈകല്യങ്ങളൊക്കെ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ മാറ്റപ്പെടുകയും, എന്നാൽ നമ്മുടെ സ്വഭാവം നാം എപ്രകാരമാണോ ക്രിസ്തുവിൽ ഈ ലോകത്തിൽ നാം അത് പാകപ്പെടുത്തുന്നത്, അതിനനുരൂപമായി നാം ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഉയർപ്പിൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. സ്വഭാവം ഈ ഭൂമിയിൽ തന്നെ നാം പാകപ്പെടുത്തേണ്ടിയ ഒന്നാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആകയാൽ ഈ വലിയ വേലയിൽ ദൈവത്തോട് സഹകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറവോടെ കർത്താവിന് വേണ്ടി ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രിയപ്പെട്ട 3 പേരുടെ ജന്മദിവസമാണ്. അവർക്ക് എല്ലാവിധമായ ജന്മദിന ആശംസകളും നമുക്ക് ഒരുമിച്ച് നേരാം. ഒന്നാമതായി എരവിപേരൂർ സഭയിലെ പ്രിയപ്പെട്ട സഹോദരി ജെസ്സി ജയൻ, അടൂർ സഭയിലെ സന്തോ സുഗു, കുറ്റുപുഴ സഭയിൽ നിന്നും ഷെറിലാൽ ജെയിംസ്, ഈ 3 പേർക്കും എല്ലാവിധമായ ജന്മദിന ആശംസകളും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും ആഴമായി അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൂർണ്ണ വളർച്ചയുടെ ആവശ്യമുണ്ട്. അത് ഓർമ്മിപ്പിച്ച ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ സകലത്തെയും ജയിപ്പാൻ യേശുക്രിസ്തുവിന്റെ സന്നിധി മുൻപാകെ അവനായിരുന്നത് പോലെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്കും ലഭിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും കർത്താവെ നീക്കുവാനുള്ള കൃപയും കരുത്തും ബലവും പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് ജന്മദിവസം ഓർക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട 3 മക്കളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെയും അവരുടെ കുടുംബങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. സകലത്തെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ശബദാരാധന ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാ ശുശ്രൂഷകന്മാരെയും അവിടുത്തെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. എല്ലാ വിശ്വാസികളെയും അവിടുത്തെ വചനത്താൽ അവിടുന്ന് നടത്തണമേ. വലിയൊരു ഉണർവും നവീകരണവും കേരളത്തിൽ ആഞ്ഞടിക്കുവാൻ, ഇന്ത്യയിലുടനീളം വ്യാപിക്കുവാൻ, യേശുവിന്റെ വരവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ, ഒരു ജനം ഒരുങ്ങുവാൻ അവിടുന്ന് ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.